തസ്കിയ 144. സുമ്മുദ്ദുബാബി വഅഫ്ആവൽ അഖാരിബി ഫീ ജനാഹിഹി ഖത്തു ഔ സിന്നിൻ നബി വൽഉദ്വു മിൻ ഖർനിൻ അമ്മാമിൻ ഇലാ ഖദമി യസീലു സുമ്മൻ ഫദാ മിൻ അഹ്ബസിൻ വബീ. സുമ്മുദ്ദുബാബി ഈച്ചയുടെ വിഷം, മൂർഖൻ പാമ്പിൻ്റെ വിഷവും, വൽ അഖാരിബി തേളിൻ്റെ വിഷവും, ഫീ ജനാഹിഹി ഖത്തു അതിൻ്റെ ചിറകിൽ മാത്രമാണ്, ഔ സിന്നിൻ അല്ലെങ്കിൽ പല്ലിൽ മാത്രമാണ്, അവി ദനബി അല്ലെങ്കിൽ വാലിൽ മാത്രമാണ്. ഈച്ചയുടെ വിഷം ചിറകിൽ മാത്രമേ ഉള്ളൂ, മറ്റവയവങ്ങളിൽ വിഷമില്ല. മൂർഖൻ പാമ്പിൻ്റെ വിഷം പല്ലിൽ മാത്രമാണ്, തേളിൻ്റെ വിഷം വാലിലുമാണ്. എന്നാൽ അതിനേക്കാളൊക്കെ വിഷമുള്ള എല്ലാ അവയവങ്ങളിലും വിഷം താഴോട്ട് ഒലിച്ചിറങ്ങുന്ന ഒരു വിഭാഗമുണ്ട്. അതാരാ? വൽ ഉദ്വു മിൻ ഖർനിൻ അമ്മാമിൻ ഇലാ ഖദമി. നമീമത്ത് പറയുന്നവൻ്റെ മൂർധാവ് മുതൽ കാൽനടി വരെ, കാൽപാദം വരെ ഉള്ള മുഴുവൻ അവയവങ്ങളും യസീലു സുമ്മൻ വിഷം ഒലിക്കുകയാണ്. അവൻ്റെ എല്ലാ അവയവങ്ങളിലും വിഷമാണ്. നാവിലും കണ്ണിലും കാതിലും കയ്യിലും കാലിലും തുടങ്ങി സർവ്വ അവയവങ്ങളിലും വിഷം ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫദാ അവൻ മിൻ അഹ്ബസിൻ വബി ഏറ്റവും വൃത്തികെട്ട വിപത്തുകളിൽപ്പെട്ടതാണ്. സമൂഹത്തിലുണ്ടാകുന്ന വിപത്തുകൾ, മാരകമായ വിപത്തുകളിൽ ഏറ്റവും വൃത്തികെട്ടതാണ് നമീമത്തുകാരനുണ്ടാവുക എന്നത്. ഒരു നാട്ടിൽ പടർന്നു പിടിക്കുന്ന രോഗം, പനി, അപകടം, പ്രകൃതി ദുരന്തം, ഇതൊക്കെ മുസീബത്തുകളാണെങ്കിൽ വളരെ നീചവും നികൃഷ്ടവുമായ ഒരു മുസീബത്താണ് ഒരു നാട്ടിൽ രേഷണിക്കാരനുണ്ടാവുക എന്ന് പറഞ്ഞാൽ. വിവാഹം മുടങ്ങാനത് കാരണമായിരിക്കും, കുടുംബങ്ങൾ തകരാനത് കാരണമാകും, വിവാഹബന്ധം വേർപ്പെടുത്തപ്പെടാനത് കാരണമാകും, സ്നേഹബന്ധം തകർന്നടിയാനത് കാരണമായി തീരും. മറ്റു വിപത്തുകളൊക്കെ ശാരീരികമായ ഒരു താൽക്കാലിക പ്രശ്നമാണ് ഉണ്ടാക്കി വെക്കുന്നതെങ്കിൽ ഒരിക്കലും തീരാത്ത വിധം മാനസികമായ അകൽച്ചയും പ്രയാസങ്ങളും വിഷമങ്ങളും വരുത്തി വയ്ക്കാൻ മാത്രമുള്ള വലിയ ദുരന്തമാണ് ഏഷണിക്കാരൻ്റെ ഏഷണി. അതുകൊണ്ട് മൂർഖൻ പാമ്പിനേക്കാളും തേളിനേക്കാളും മറ്റു വിഷലിപ്തമായ ജീവികളെക്കാളും ഭയക്കേണ്ടത് മൂർധാവ് മുതൽ കാല് വരെയുള്ള മുഴുവൻ അവയവങ്ങളിൽ നിന്നും വിഷമൊലിക്കുന്ന ഏഷണിക്കാരനെയാണ് എന്ന വളരെ അർത്ഥവത്തായ ഉപദേശം ഈ 2 വരികളിലായി അദ്ദേഹം നമ്മെ പഠിപ്പിക്കുകയാണ്. 2 ഖബറിൻ്റെ സമീപത്തുകൂടെ നടന്നു പോകുമ്പോൾ ഖബറാളികൾ ശിക്ഷിക്കപ്പെടുന്നതിനെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരാൾ ഏഷണി പറയുന്നവനാണ്. എന്താണ് ഏഷണി, അതിൻ്റെ ദുരന്തം എന്താണ് എന്നതൊരു ഉദാഹരണത്തിലൂടെ പറയാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മഴ കിട്ടാത്തൊരു സാഹചര്യം വന്നപ്പോൾ തൻ്റെ അനുയായികളെയും കൂട്ടി വിശാലമായ ഒരു സ്ഥലത്ത് പോയി അള്ളാഹുവോട് 3 ദിവസം ദുആ ചെയ്തു. 3 നാൾ ദുആർന്നിട്ടും ഇജാബത്ത് കിട്ടാതിരുന്നപ്പോൾ അള്ളാഹുവോട് ചോദിച്ചു, പടച്ചവനെ എന്താണ് എൻ്റെ ദുആക്ക് ഇജാബത്ത് കിട്ടാതിരിക്കാൻ? അള്ളാഹുവിൻ്റെ മറുപടി വന്നു, നിങ്ങളെ കൂട്ടത്തിൽ ഒരു ഏഷണിക്കാരനുണ്ട്, ഒരു നമീമത്തുകാരനുണ്ട്. ഒരു നമീമത്തുകാരനുള്ള ഒരു സമൂഹത്തിൻ്റെ ദുആക്ക് ഞാൻ ഇജാബത്ത് ചെയ്യൂല. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചോദ്യം, അത് ആരാണ്? അവനെ പുറത്താക്കാം, ഞങ്ങൾക്ക് ദ്വാരക്കാലോ? അള്ളാഹു അതിന് കൊടുത്ത മറുപടി ചിന്തനീയമാണ്. അള്ളാഹു പറഞ്ഞു, ഏഷണി പറയാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നു, എന്നിട്ട് ഞാൻ തന്നെ ഏഷണി പറഞ്ഞാൽ എങ്ങനെയാ? ആകയാൽ നിങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് തൗബ ചെയ്തോളൂ, ഞാൻ ദുആക്ക് ഇജാബത്ത് ചെയ്യാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഏഷണിക്കാരനായൊരു വ്യക്തി, അയാൾ ഏഷണിക്കാരനാണ് എന്ന് മറ്റൊരാളോട് പറയുന്നുവെങ്കിൽ അതും ഒരു ഏഷണിയാണ് എന്നല്ലേ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള ഏഷണിക്കാരൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ ആ സമൂഹത്തിൻ്റെ ദുആക്ക് അള്ളാഹു ഇജാബത്ത് നൽകുകയില്ല എന്നൊരു ഗൗരവതരമായ
അധ്യാപനം ഒരു പാഠം കൂടി നമുക്ക് ഈ ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയ സംഭവമാണിത്. അപ്പം അതുകൊണ്ട് വളരെ ഗുരുതരമായ ഒരു വിപത്താണ് ഏഷണി എന്നത്. ഇവിടെ പറഞ്ഞ ഒരു കാര്യം അവിടെ പോയി പറഞ്ഞിട്ട് തമ്മിൽ തെറ്റിക്കുന്ന സ്വഭാവമുള്ളവൻ. ചിലർക്കതൊരു വലിയ ഹരമാണ്. ഇങ്ങനെ സ്നേഹത്തിൽ ജീവിക്കുന്നവർക്കിടയിൽ വിള്ളൽ സൃഷ്ടിക്കുക, സംഘടനയ്ക്കിടയിൽ വിള്ളലുകൾ ഉണ്ടാക്കുക, നേതൃത്വത്തിൻ്റെയും അനേകൾക്കുമിടയിൽ വിള്ളലുകൾ ഉണ്ടാക്കുക, അങ്ങനെ കെട്ടുറപ്പോടെയും സ്നേഹത്തോടെയും ബദ്ധതയോടെയും മുന്നോട്ട് നീങ്ങുന്നൊരു സമൂഹത്തെ അതും ഇതും പറഞ്ഞ് അവിടെ പറഞ്ഞ് ഇവിടെ പറഞ്ഞിട്ടും കട്ടും വെട്ടിയും മാറ്റിയുമൊക്കെയുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമീമത്ത് പറഞ്ഞ് നടക്കുന്നൊരു വിഭാഗം മിന്നഹ്ബസിന്നു വബി, ലോകത്തെ വിപത്തുകളിൽ ഏറ്റവും വൃത്തികെട്ട വിപത്താണ് എന്ന ഒരു വാക്ക് അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. അതുകൊണ്ട് ഈ സ്വഭാവം നമുക്കുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കേണ്ടതും, മറ്റൊരാളെക്കുറിച്ച് നമ്മോട് ഏതെങ്കിലും വിധേന വേറൊരാൾ പറഞ്ഞാൽ, ഒരു മോശമായ കാര്യം പറഞ്ഞു തന്നാൽ അത് അപ്പടി വിഴുങ്ങാതെ അത് ഉൾക്കൊള്ളാതെ തിരിഞ്ഞു കളയുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല പറഞ്ഞു, മൻ അമ്മലക നമ്മബിക്, നിന്നോട് വേറൊരാളെക്കുറിച്ച് ഒരു നമീമത്ത് പറഞ്ഞു തന്നാൽ നീ ഇത് വിശ്വസിക്കാൻ നിൽക്കണ്ട. കാരണം ഇവൻ നിന്നെക്കുറിച്ച് അവിടെയും പറഞ്ഞു കൊടുക്കും, ആ സ്വഭാവമുള്ളവനാണ് അവൻ. അതുകൊണ്ട് നാം ഒരാളെയും സ്വഭാവങ്ങൾ മറ്റൊരാളോട് പറഞ്ഞിട്ട് അയാൾ അയബാക്കരുത്. ആ ദുഷിച്ച സ്വഭാവത്തിൽ നിന്ന് മാറുകയും അത്തരം സ്വഭാവമുള്ളവരോട് അടുക്കാതിരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെയൊക്കെ ദുന്യാവും ആഖിറവും രക്ഷപ്പെടാനുള്ള വഴിയാണ്.